ആ നല്ല വേണമെന്നേ, നല്ല വേണമെന്നേ. എന്നാ കുത്തിയെടുക്ക് പോയിട്ടേ. ആ മതിയേ മതിയേ. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ചെറിയ മക്കള് കരയണത് പോലെ ജീവന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞോണ്ട് കിടക്കുക. അവന്റെ കണ്ണൊക്കെ മഞ്ഞ കളർ അടിച്ചിട്ടിട്ടല്ലോ, വയറൊക്കെ വീർത്തിട്ട് അതിന് ലിറ്റർ കണക്കിന് വെള്ളം ഓരോ ദിവസവും കുത്തിയെടുത്തിട്ടാണ് അവന്റെ ജീവൻ നിലനിന്ന് പോണത്. എനിക്ക് ഉമ്മയും 2 പെങ്ങന്മാരും 8 വർഷമായിട്ട് എന്തൊക്കെ പണിയൊക്കെ പണിയെടുത്ത് സൂപ്പർ മാർക്കറ്റിലും ഹോട്ടലിലും ലാസ്റ്റ് അട്ടോക്കിലും ഒക്കെ എടുത്ത് ജീവന് വന്നപ്പാണ് മനസ്സിലായത് എനിക്കെന്ത് പറ്റുന്നതില്ലെങ്കിൽ വേറെ മരിക്കാനായി. കണ്ണെന്ന് തുറന്നോട്ടെ, ആ കണ്ണെന്ന് കാണിച്ചു കൊടുക്ക്. ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ആ കണ്ണിന്റെ കളർ നിങ്ങൾ കണ്ടില്ലേ, മഞ്ഞ കളറായിരിക്കുകയാണ്. അതുപോലെ സുധീന്റെ വയറ് നിങ്ങൾ നോക്ക്, വയറൊക്കെ വീർത്തിട്ട് ആ പൊക്കിൾ കൊടിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഓരോ ദിവസവും 3-4 ലിറ്റർ വെള്ളം ഈ വയറ്റിന്ന് കുത്തിയെടുക്കുക. ശരീരം മുഴുവൻ നീരാണ്, കാലൊക്കെ നീരാണ്. അതായത് കരൾ രോഗത്തിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണ് 27 വയസ്സുകാരനായ യത്തീമായിട്ടുള്ള ഒരു സഹോദരൻ. അവന് 2 പെങ്ങന്മാര് ഉമ്മയാണ് ഉള്ളത്. ആ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ദുബായിൽ പ്രവാസ ലോകത്ത് പോയിട്ട് ചെയ്യാത്ത ഒരു ജോലിയില്ല അല്ലെ. പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് അല്ലെ, കഫ്തീരിയിലും ജോലി ചെയ്തിട്ടുണ്ട്, എല്ലാ പണിയെടുത്ത് അല്ലെ, ഉമ്മാനെയും പെങ്ങന്മാരെയും നോക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ആ കുടുംബം നോക്കുന്ന ഒരു മകനാണ് ഈ കിടക്കുന്നത് അല്ലെ. എല്ലാ മാസവും വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കൂലേ ഉമ്മാക്കും പെങ്ങന്മാർക്കും. അവസാനം രോഗം വന്നിട്ട് ഇങ്ങനെ കിടക്കാണ്. പ്രവാസികളായ എന്റെ സഹോദരങ്ങളോടാണ്, നിങ്ങൾ മാത്രമാണ് ഈ പ്രിയപ്പെട്ടവന് ഒരു ആശ്വാസം. നിങ്ങളിലാണ് പ്രതീക്ഷ. ഒരു 40 ലക്ഷം രൂപ കണ്ടെത്തിയ കരൾ മാറ്റിവെക്കാൻ സാധിക്കും. വീണ്ടും ആ കുടുംബത്തെ നോക്കാൻ വേണ്ടി പ്രവാസ ലോകത്തേക്ക് തന്നെ പോകും. ഞങ്ങളെല്ലാരും ഒന്ന് സഹായിക്കണം. ഓന് കരള് രോഗമാണ്, ഒരുപാടായി ഇങ്ങനെ സഹിക്കുന്നവന് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വയറ് വീർത്ത് പൊട്ടാനായി, വയറിൽ നീര് നിറഞ്ഞ് എപ്പോഴും എടുക്കുന്ന പണിയാണ്. ഒരുപാടായി വേദന സഹിക്കുന്ന. ഞങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം. ഓൻ ഗൾഫിലായിരുന്നു, ഉപ്പ മരിച്ചിട്ട് 8 കൊല്ലായി. പിന്നെ ഓനാ ഞങ്ങളെല്ലാവരും നോക്കിയത്. ഇങ്ങനെ വേദന സഹിക്കാൻ ആവൂല. 8 വർഷമായി ഞങ്ങൾ ഉപ്പ